എല്ലാവർക്കും ചാപ്റ്ററിന്റെ ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. എന്റെ പേര് സൂര്യജിത്ത്. ഞാൻ ചാപ്റ്ററിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ സൊസൈറ്റി റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിന് തുടക്ക ഭാഗം നമ്മൾ 1ാമത്തെ ചാപ്റ്റർ മിഡീവൽ ഇന്ത്യ സെന്റർ ഓഫ് പവർ എന്ന പാഠഭാഗത്തിൽ പഠിച്ചു. അതിന്റെ ഒരു ബാക്കിയാണ് മിഡീവൽ ഇന്ത്യയിലുള്ള അവരുടെ സൊസൈറ്റി, അവിടുത്തെ സമൂഹത്തെ കുറിച്ചും അവിടുത്തെ റിസോഴ്സുകളെ കുറിച്ചും അവിടുത്തെ ട്രേഡ് വാണിജ്യ ബന്ധങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് ട്രേഡേഴ്സിന്റെ പേര് പഠിക്കുന്നു. ഇന്ത്യയിലേക്ക് ട്രേഡിന് വന്ന മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന കുറച്ച് ട്രേഡേഴ്സിന്റെ പേര് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെഴുതിയ കുറച്ച് പുസ്തകങ്ങളും അതുപോലെ അവർ ഏത് രാജ്യക്കാരാണ്, അവർ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസ് ആയിട്ട് ആദ്യം പഠിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ട്രേഡ് സെന്ററുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. 1ാമത്തെ പാഠത്തിന്റെ ബാക്കിയായിട്ടാണ് ഈ 2ാമത്തെ പാഠം നമുക്ക് പഠിക്കാറുള്ളത്. അപ്പം തുടങ്ങാം. നമ്മൾ ഈ പാഠഭാഗത്തിൽ ആദ്യം പഠിക്കുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു ട്രേഡറെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അൽ ബിറൂണി. ആരാണ്? അൽ ബിറൂണിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന സെൻട്രൽ ഏഷ്യയിൽ നിന്നും വന്ന ആദ്യത്തെ ഒരു ട്രേഡർ. നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാവരും ബോർഡിലോട്ട് നോക്കിക്കോ. അദ്ദേഹം നമ്മുടെ അഗ്രികൾച്ചറിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. നോക്കിക്കോ. ഫോർ ഫാമിംഗ് cereals and grazing cattle, land revenue and grazing tax were to be paid to the rulers. Similarly, tax was to be paid on income from trade. 1/6 of the income was to be spent for the protection of the കൺട്രി എന്നാണ് ആര് പറഞ്ഞത്? അൽ ബിറൂണി പറഞ്ഞത്. എന്താ അദ്ദേഹം പറയുന്നത് നോക്കിക്കോ. ഫോർ ഫാമിംഗ് സിറിയൽസ് എന്താണ്? ധാന്യങ്ങൾ. അതായത് ധാന്യങ്ങൾ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ഗ്രേസിംഗ് കാറ്റിൽ, അതായത് കന്നുകാലികളെ മേയ്ക്കാനും ഒക്കെ ആയിട്ട് എന്ത് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിനൊക്കെ എന്ത് കൊടുക്കണം? ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രാന്റിംഗ് ടാക്സ് വിയർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ്. ഇങ്ങനെ അതായത് കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കണമെങ്കിലും അല്ലെങ്കിൽ അവർ കൃഷി എല്ലാ കാര്യങ്ങൾക്കും അവർ എന്ത് കൊടുക്കണം? ലാൻഡ് റവന്യൂ. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് റവന്യൂ, ഒരു വരുമാനം ടാക്സ് രൂപേണ ആർക്ക് കൊടുക്കണം? അവിടുത്തെ ഭരണാധികാരികൾക്ക്, റൂളേഴ്സിന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? സിമിലർലി ടാക്സ് വാസ് ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്. അതുപോലെ തന്നെ ടാക്സ് എന്തിനും കൊടുക്കണം? ട്രേഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, ഇൻകം, ആ ഇൻകത്തിനും എന്ത് കൊടുക്കണം? അതിൽ നിന്ന് ഒരു ഭാഗം എന്തായിട്ട് കൊടുക്കണം? ടാക്സ് ആയിട്ട് റൂളേഴ്സിന് കൊടുക്കണം. 1/6 of the income must be spent for the protection of the country. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ 1/6 ഭാഗം ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്? ആ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ, രാജ്യത്തിന്റെ എന്താണ് വികസനത്തിനും അതുപോലെ പ്രൊട്ടക്ഷനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? മാറ്റിവെക്കും. സംരക്ഷണത്തിനൊക്കെ ആയിട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ 1/6 ഭാഗം മാറ്റിവെക്കും. ബാക്കി റൂളേഴ്സ്. ഇതാണ് എന്ത് അദ്ദേഹം പറഞ്ഞത്, അൽ ബിറൂണി പറഞ്ഞത്. മിഡീവൽ ഇന്ത്യ കാലഘട്ടങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു അഗ്രികൾച്ചർ. എന്തായിരുന്നു പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു അവരുടെ? എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. ഇനി നോക്കിയ മക്കളെ, അവര് പ്രധാനമായിട്ടും കൃഷി ചെയ്ത കാർഷിക വിളകളായിരുന്നു കോട്ടൺ, ഇൻഡിഗോ, സിറിയൽസ്, ഷുഗർ കെയിൻ തുടങ്ങിയവ. ഇതൊക്കെയായിരുന്നു കോട്ടൺ. പഞ്ഞി ഉണ്ടല്ലോ, കോട്ടൺ. അതിൽ ഇൻഡിഗോ, നീലം എന്ന് പറഞ്ഞു. നമ്മൾ ഉജ്ജാല ഉണ്ടാക്കുന്ന നീലം വെച്ചാണ്. ഇപ്പൊ ഇൻഡിഗോ, അതുപോലെ തന്നെ എന്താണ് ഷുഗർ കെയിൻ, കരിമ്പ്, സിറിയൽസ്, ഭക്ഷ്യധാന്യങ്ങള്, ഇതൊക്കെയായിരുന്നു അവിടുത്തെ മെഡീവൽ ഇന്ത്യ കാലഘട്ടങ്ങളിൽ അവിടുത്തെ കർഷകർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട തൊഴിൽ. അവരുടെ പ്രധാനപ്പെട്ട ഒക്കുപേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ മാർഗം എന്തുവായിരുന്നു വെച്ചാൽ എന്താണ്? കൃഷിയായിരുന്നു. കൃഷിയിലൂടെ അവർ ചെയ്ത് എന്തെല്ലാം എല്ലാ കൃഷികളും ചെയ്തിരുന്നു. അത് പ്രധാനമായിട്ടും അവർക്ക് കഴിക്കാനും അതുപോലെ അവർക്ക് പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും കോട്ടൺ, ഇൻഡിഗോ, ഷുഗർ കെയിൻ, സിറിയൽസ്. ഇതൊക്കെയാണ് കോട്ടൺ, ഇൻഡിഗോ, ഷുഗർ കെയിൻ, സിറിയൽസ്. ഇത് ഇത്രയുമായിരുന്നു പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. In this period there was plenty of cultivatable land in India that was kept uncultivated. Those who first cultivated in such land were granted its ownership right. The hardworking farmers tried to win the ownership of such land in this way. അതായത് പണ്ട് കാലത്ത് ഒരുപാട് തരിശു നിലങ്ങൾ, അതായത് ഒരുപാട് ഭൂമികൾ എന്ത് ചെയ്യാതിരുന്നു? കൃഷി ചെയ്യാതെ കിടപ്പുണ്ട്, തരിശു നിലങ്ങളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് റൂളേഴ്സ് പറഞ്ഞു, അവിടെ ആരാണോ കൃഷി ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യും? ആ വസ്തു എഴുതി കൊടുക്കും. അതായത് അതിന്റെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം അവർക്ക് ഫാർമേഴ്സിന് കൊടുക്കുമെന്ന് ആര് പറഞ്ഞു? അവിടുത്തെ റൂളർ പറഞ്ഞു. അതായത് ഒരുപാട് സ്ഥലങ്ങൾ ചുമ്മാ തരിശു നിലം പോലെ ആർക്കും വേണ്ടാതെ കൃഷിയൊന്നും ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു. അവിടുത്തെ റൂളർ എന്ത് പറഞ്ഞു? ഭരണാധികാരി പറഞ്ഞു, ആരവിടെ കൃഷി ചെയ്ത് കൃഷി വിളയിപ്പിച്ചെടുക്കുന്നത് അവർക്ക് എന്ത് കൊടുക്കും? അതിന്റെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം കൊടുക്കുമെന്ന് ആര് പറഞ്ഞു? ആ റൂളർ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പാവപ്പെട്ട ഭൂമിയില്ലാത്ത കർഷകരുണ്ടല്ലോ,
ഹാർഡ് വർക്കിംഗ് ആണല്ലോ, ഭയങ്കര കഠിനാധ്വാനം. ഹാർഡ് വർക്കിംഗ് മീൻസ് കഠിനാധ്വാനികളാണ്. കഠിനാധ്വാനികളായ കർഷകർ പെസൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടി? ആ ലാൻഡിന്റെ ഓണർഷിപ്പ്, അതിന്റെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടി? പാവപ്പെട്ട കർഷകർക്ക് കിട്ടി. മനസ്സിലായോ? ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി നിങ്ങൾ. അതായത് അന്നത്തെ കാലത്ത് റൂളർ എന്ത് ചെയ്തു? തരിശു നിലങ്ങളായിട്ട് കിടന്ന കൃഷി അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടന്ന ഫാം ലാൻഡ്സ് എല്ലാം എന്ത് പറഞ്ഞു? പാവപ്പെട്ട കർഷകർക്ക് എന്ത് ചെയ്യാൻ കൊടുത്ത്? കൃഷി ചെയ്യാൻ കൊടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ കൃഷി ചെയ്തു. അങ്ങനെ അതിന്റെ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടി? നമ്മുടെ പെസൻസിന് കിട്ടി. ഓക്കെ ആണ് മക്കളെ? ഇനി നോക്കിയേ, അങ്ങനെ അവിടെ കൃഷി ചെയ്യുന്നതിന് അപ്പൊ ചുമ്മാ കൃഷി ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടി. അങ്ങനെ പ്രധാനമായിട്ടും അവിടുത്തെ റൂളേഴ്സ് അവർക്ക് 3 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. എത്ര കാര്യങ്ങളാണ്? 3 സ്റ്റെപ്സ്. അതായത് റൂളേഴ്സും ആരെ സഹായിച്ചു? നമ്മുടെ കൃഷിക്കാരെ സഹായിച്ചു. അതിനുവേണ്ടി റൂളേഴ്സ് എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ആർക്ക് ചെയ്തു കൊടുത്തു? ഈ ഫാർമേഴ്സിന് കൃഷി ചെയ്യാനായിട്ട് ചെയ്തു കൊടുത്തു. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് മക്കളെ അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. നമുക്കറിയാം കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണ്ടേ? ഏറ്റവും ഇപ്പൊ തരിശു നിലങ്ങളാണെന്ന് പറഞ്ഞു. തരിശു നിലങ്ങളാകുമ്പോൾ അവിടെ വെള്ളമൊന്നും കാണത്തില്ല. ഇപ്പൊ കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ധാരാളമായിട്ട് അവർക്ക് വെള്ളം വേണം. അപ്പൊ അവിടുത്തെ റൂളേഴ്സ് എന്ത് ചെയ്തു? ഇറിഗേഷൻ എന്ന് വെച്ചാൽ ജലസേചനം. എന്താണ് ഇറിഗേഷൻ? എന്താണ്? ജലസേചനം. അതായത് അവിടുത്തെ ഫാർമേഴ്സിന് കൃഷി ചെയ്യാൻ വേണ്ട ജലസേചന സൗകര്യങ്ങൾ, വെള്ളവും മറ്റു സഹായങ്ങളും ഒക്കെ ആര് ചെയ്തു കൊടുത്തു? റൂളേഴ്സ് അറേഞ്ച് ചെയ്തു കൊടുത്തു. അപ്പൊ റൂളേഴ്സ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അഗ്രികൾച്ചറെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. എന്താണ് മക്കളെ? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റി. 2 സപ്ലൈഡ് സീഡ്സ്. അതായത് കർഷകരുടെ എന്ത് കാണത്തില്ല? പൈസയൊക്കെ കാണും ആദ്യം. ഇല്ല, അവരുടെ കൃഷി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നെൽകൃഷി ആയാലും എന്ത് കൃഷി ചെയ്യണമെങ്കിലും വിത്ത് വേണ്ടേ? സീഡ്സ് വേണ്ടേ? ഈ സീഡ്സ് വാങ്ങാനുള്ള പൈസയൊന്നും ആരുടെ ഇല്ല? നമ്മുടെ പാവപ്പെട്ട കർഷകരുടെ ഇല്ല. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ എന്ത് ചെയ്തു കൊടുത്തു? റൂളേഴ്സ് സപ്ലൈഡ് സീഡ്സ്. അതായത് വിത്തുകൾ എന്ത് ചെയ്തു? അവരെ ഒപ്പിച്ചു കൊടുത്തു. നമ്മുടെ റൂളേഴ്സ് അവർക്ക് വേണ്ട സീഡ്സ്, അതായത് വിത്തുകളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി റേറ്റിലും അതുപോലെ വില കുറച്ചുമൊക്കെ ആർക്ക് കൊടുത്തു? ഫാർമേഴ്സിന് കൊടുത്തു. രണ്ടാമത് ചെയ്ത കാര്യം എന്താണ്? സപ്ലൈഡ് സീഡ്സ്. മൂന്നാമത്തെയാണ് ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. എന്താണ് ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ? നമ്മൾ നേരത്തെ അൽബിറൂണി പറഞ്ഞ കാര്യം പറഞ്ഞു കൃഷി ചെയ്തതിനൊക്കെ എന്ത് കൊടുക്കണമായിരുന്നു? ടാക്സ് കൊടുക്കണം. അങ്ങനെ റൂളേഴ്സ് എന്ത് ചെയ്തു? പാവപ്പെട്ട കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അവരുടെ ടാക്സ് ഒക്കെ എന്ത് ചെയ്തു? കുറച്ചു കൊടുത്തു. ഗ്രാൻഡഡ് എന്ന് വെച്ചാൽ അനുവദിച്ചു കൊടുക്കുക. എന്ത് അനുവദിച്ചു കൊടുത്തു? ടാക്സ് റിലാക്സേഷൻ. നമ്മുടെ നികുതി പണമൊക്കെ ചുരുക്കി കൊടുത്തു. എന്ത് കൊടുത്തു? നികുതി പണമൊക്കെ ചുരുക്കി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് അപ്പൊ കർഷകർക്ക് കൂടുതൽ എന്തെങ്കിലും കൂടുതൽ കൃഷി ചെയ്താൽ കൂടുതൽ വരുമാനമൊക്കെ അവർക്ക് കിട്ടും. ടാക്സ് ഒക്കെ കുറച്ച്, അതുപോലെ സീഡ്സ് കൊടുക്കുന്നുണ്ട്, ജലസേചന സൗകര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? കൃഷിയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ 3 പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ്, 3 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള 3 സ്റ്റെപ്സ് ആണ് ആര് ചെയ്തു കൊടുത്തത്? നമ്മുടെ റൂളേഴ്സ് കർഷകർക്ക് വേണ്ടി ചെയ്തത്. ഒന്നാമത്തെ എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു? ഒന്ന് അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഒന്നാമത്തെ എന്താണ്? അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. 2 സപ്ലൈഡ് സീഡ്സ്. 2 എന്താണ്? സപ്ലൈഡ് സീഡ്സ്. 3 ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. മൂന്നാമത്തെ എന്താണ്? ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. ഈ 3 പോയിന്റ് ഞാൻ പഠിപ്പിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ഫോർ ദ റൂളേഴ്സ് ടു പ്രൊമോട്ട് അഗ്രികൾച്ചർ ഇൻ മെഡീവൽ ഇന്ത്യ? മെഡീവൽ ഇന്ത്യയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി റൂളേഴ്സ് ചെയ്ത സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. 3 പോയിന്റ് എല്ലാവരും പഠിച്ചല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ബാക്കി നോക്കാം മക്കളെ. ഇത് നമുക്ക് പഠിക്കാനാണ്. നമ്മൾ പറഞ്ഞു കർഷകരെയൊക്കെ ആര് സഹായിച്ചിരുന്നു? നമ്മുടെ റൂളേഴ്സ് കൃഷിക്ക് വേണ്ടി സഹായിച്ചിരുന്നു. നമ്മുടെ മെഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് എന്നുള്ള റൂളേഴ്സിന് കീഴിലുള്ള ഈ ഓഫീസർമാർക്ക് അവർക്ക് ശമ്പളം കൊടുക്കുമല്ലോ. അവർക്ക് ശമ്പളമല്ല കൊടുത്തിരുന്നത്. ശമ്പളമായിട്ട് പകരം എന്താണ് കൊടുത്തത്? ലാൻഡ്, ഭൂമിയാണ് കൊടുത്തിരുന്നത്. എന്തായിരുന്നു? ശമ്പളം. അവരുടെ വേജസിന് പകരം എന്തായിരുന്നു? ലാൻഡ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ മെഡീവൽ ഇന്ത്യ ദ ഓഫീസേഴ്സ് വെയർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. അതായത് അവരുടെ വേജസ് ആയിട്ട്, അവരുടെ ശമ്പളമായിട്ട് അവർക്ക് കൊടുത്തിരുന്നത് എന്തായിരുന്നു? ഭൂമിയായിരുന്നു. ഒരു ലെൻഡ്, കുറെ ഭൂമി ഓരോ മാസമായിട്ട് അവർക്ക് വേജസ് ആയിട്ട് കൊടുത്തിരുന്നത്. കൃഷി ചെയ്യാൻ വേണ്ടിയാണ് അവർക്ക് അങ്ങനെ കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ സിസ്റ്റത്തെ നമ്മൾ 2 പേരിലാണ് അറിയപ്പെടുന്നത്. 2 കാലഘട്ടം പ്രധാനമായിട്ടും ഇന്ത്യ പഠിച്ച 2 ഡൈനാസ്റ്റികളായിരുന്നു. സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയും മുഗൾ ഡൈനാസ്റ്റിയും. ഏതൊക്കെയാണ്? സുൽത്താനേറ്റ് ഡൈനാസ്റ്റിയും 2 മുഗൾ ഡൈനാസ്റ്റി. ഈ 2 ഡൈനാസ്റ്റി കാലഘട്ടത്തിൽ ഈ സിസ്റ്റത്തിന് 2 പേരാണ് അറിയപ്പെട്ടത്. ഒന്നാമത്തെ കാലം മക്കളെ നോക്കിയോ, സുൽത്താനേറ്റ് പീരീഡിൽ അറിയപ്പെട്ടത് ഇക്താ സിസ്റ്റം എന്നാണ്. IQT എന്നാണ് ഇക്താ സിസ്റ്റം. ഇങ്ങനെ ഓഫീസേഴ്സിന് ലാൻഡ് പകരം കൊടുക്കുന്ന, വേജസിന് പകരം ലാൻഡ് കൊടുക്കുന്ന സിസ്റ്റത്തെ സുൽത്താനേറ്റ് പീരീഡിൽ അറിയപ്പെട്ട പേരെന്താണ്? ഇക്താ സിസ്റ്റം എന്നാണ്. ഇക്താ സിസ്റ്റം എന്ന മുഗൾ പീരീഡിൽ അറിയപ്പെട്ടത് ജാഗിർദാരി സിസ്റ്റം എന്നാണ്. ജാഗിർദാരി സിസ്റ്റം. മുഗൾ പീരീഡിൽ ഈ സിസ്റ്റത്തെ അറിയപ്പെട്ട പേരെന്തായിരുന്നു? ജാഗിർദാരി സിസ്റ്റം. സുൽത്താനേറ്റ് പീരീഡിൽ ഇക്താ സിസ്റ്റം. മനസ്സിലായോ? അപ്പൊ ഓഫീസേഴ്സിന് ലാൻഡിന് വേജസിന് പകരം എന്ത് കൊടുക്കുന്നു? ലാൻഡ് കൊടുക്കുന്നു. ഈ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് സുൽത്താനേറ്റ് പീരീഡിൽ ഇക്താ സിസ്റ്റം എന്നും, അതുപോലെ മുഗൾ പീരീഡിൽ എന്തായിരുന്നു?
ജാഗ്രതാരി സിസ്റ്റം എന്നുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ചത് അൽബറൂണിയെ കുറിച്ച് പഠിച്ചു. സെൻട്രൽ ഏഷ്യക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ എന്താണ് പഠിച്ചത്? റൂളേഴ്സ് ചെയ്ത 3 സ്റ്റെപ്പുകൾ പഠിച്ചു. ജാഗ്രതാരി സിസ്റ്റം പഠിച്ചു, ഇക്ത സിസ്റ്റം എന്നത് പഠിച്ചു. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ക്ലാസ് 2-3 തവണ കാണുക, കണ്ടെന്ത് ചെയ്യുക, പഠിപ്പിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക, അതുപോലെ പുസ്തകം എടുത്ത്. എന്റെ സോഷ്യൽ സയൻസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എത്ര പഠിച്ചാൽ, എത്ര കാണാതെ പഠിച്ചില്ലെങ്കിൽ നോട്ട്സ് എടുത്ത് നോട്ട്സ് ബുക്ക് മാത്രം പഠിച്ചാൽ പോരാ. എന്തുകൂടെ നോക്കണം, നിങ്ങൾ പുസ്തകം നല്ലതുപോലെ വായിക്കുക. ടെസ്റ്റിനകത്തൊന്നും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ടെസ്റ്റിന് അത് ചെറിയ ചെറിയ പെട്ടികളും ബോക്സുകളും കൂടുതൽ എല്ലാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വായിച്ചു വെക്കുക. പുസ്തകം ഇപ്പൊ ഈ പഠിപ്പിച്ച പോർഷൻ വരെയുള്ള പുസ്തകം 3-4 തവണ എല്ലാവരും വീട്ടിൽ ഇരുന്ന് വായിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.